സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ആരാധന മത്സരത്തിലെ മൂന്നാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതേസമയം ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാളായിട്ട് സഭ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാൾ തീർച്ചയായും മക്കളായി നമ്മെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം നൽകുന്ന ഒന്നാണ്. ആ സന്തോഷവും ആശംസയും എല്ലാം ഞാൻ എല്ലാവർക്കും നേരുകയാണ്. ഒരു ഇംഗ്ലീഷിലൊരു പുസ്തകമുണ്ട്, കോൾ ടു ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിന് വേണ്ടിയുള്ള ആ വിളി. അതാണ് പുസ്തകത്തിൻ്റെ പേര്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെയും. ഗുരുവായ യേശു ശിഷ്യനോട് ഒരു കാര്യം പറയുകയാണ്, നീ എന്താണ് അന്വേഷിക്കുന്നത്? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, എനിക്ക് അങ്ങയെ മുഴുവനായി കിട്ടണം, എൻ്റെ ഈ ലോകത്തിലെ ജീവിതം സന്തോഷപ്രദമാകണം, അവസാനം ഞാൻ അങ്ങയിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ പറയുന്നതൊക്കെ ചെയ്യാൻ നീ തയ്യാറാകുമോ? തീർച്ചയായിട്ടും. എങ്കിൽ നീ പലതും ഉപേക്ഷിക്കണം. എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത്? എണ്ണി അവൻ പറയാൻ തുടങ്ങി. ഞാൻ എൻ്റെ കാർ ഉപേക്ഷിക്കുന്നു, എൻ്റെ വീട് ഉപേക്ഷിക്കുന്നു, എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉപേക്ഷിക്കുന്നു. അങ്ങനെ അവനുള്ളതെല്ലാം ഉപേക്ഷിക്കുന്നതായിട്ടാണ് പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുരു വീണ്ടും ചോദിച്ചു, ശരി, ഇത്രയൊക്കെ നീ ഉപേക്ഷിച്ചു, ഇനി വല്ലതും ഉപേക്ഷിക്കാനുണ്ടോ? ആലോചിച്ചിട്ട് അവൻ പറഞ്ഞു, ഉവ്വ, എൻ്റെ മാതാപിതാക്കളെ ഞാൻ വിട്ടുതരുന്നു, അവസാനം ഞാൻ ഇതാ എന്നെ തന്നെയും വിട്ടുതരും. എനിക്ക് വേണ്ടി ഒന്നും ബാക്കി വയ്ക്കാതെ മുഴുവനായി ഞാൻ കൊടുക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെതായിട്ട് മാറുന്നത്. എന്തെങ്കിലും ഞാൻ അല്പം മാറ്റി വയ്ക്കുമ്പോൾ ഞാൻ അവശേഷിക്കുകയാണ് ആ സ്വത്തിന് ഉടമയായിട്ട്. അതേസമയം ഒന്നും ഞാൻ മാറ്റിവെക്കാതെ എല്ലാം ദൈവത്തിൻ്റേത് എന്ന് വെച്ച് ദൈവം ഒന്നും കൊണ്ടുപോകുന്നില്ല. ദൈവത്തോട് ചേർന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ആ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാനുള്ള മനോഭാവം എനിക്കുണ്ടാകണം. ഒരു വലിയ ധ്യാനം നടക്കുന്ന അവസരത്തിൽ ഒരു 50,000 ആളോളം പങ്കെടുക്കുന്ന വലിയ ധ്യാനമാണ്. അവിടെ ഒരു ഹ്യൂ ബക്കനാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ വിശ്വാസം ഉണ്ടായിട്ട് വന്നതൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിർബന്ധം കൊണ്ട് വന്നതാണ്. അങ്ങനെ ആ ധ്യാനം തുടർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ധ്യാനഗുരു ഉറക്കെ പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്കുള്ള സർവ്വസമ്പത്തും നിങ്ങളുടേതായ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങളുടെ ഇരു കൈകളിലേക്കും ആവാഹിച്ചുകൊണ്ട് ആ കൈകൾ മുറുക്കി പിടിക്കണം. അപ്പോൾ ഹ്യൂ ബക്കനാന് വളരെ സന്തോഷമായി, കാരണം എൻ്റേത് ആർക്കും കൊടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാം മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടുവന്ന് എല്ലാം കൈ മുറുക്കി പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ധ്യാനഗുരു വീണ്ടും പറഞ്ഞു, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ മുറുക്കി പിടിച്ചിരിക്കുന്ന ആ വസ്തുക്കൾ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടേതാണ് ഇപ്പോൾ. പക്ഷെ അത് നിങ്ങളുടേതല്ലാതായി മാറണം, നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ കൈ തുറന്ന് ദൈവത്തിനെല്ലാം വിട്ടുകൊടുക്കുക. ഈ മനുഷ്യൻ്റെ മുഖത്താകെ പിരിമുറുക്കമായി, കൈ തുറക്കാൻ പറ്റുന്നില്ല. ചുറ്റുമുള്ളവരൊക്കെ കൈ തുറന്നെല്ലാം വിട്ടുകൊടുത്ത് ആഹ്ലാദം കൊണ്ട് ചിരിക്കുകയാണ്, പരസ്പരം സന്തോഷിക്കുകയാണ്. പക്ഷേ ഈ മനുഷ്യൻ മാത്രം കൈ തുറക്കാൻ പറ്റാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവസാനം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം കൈ പതുക്കെ തുറന്നെല്ലാം, കർത്താവെ ഞാൻ നിനക്ക് വിട്ടുതരുന്നു എന്ന് അവനറിയാതെ പറഞ്ഞുകൊണ്ട് തുറക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഫലം എന്തായിരുന്നു? ആ മനുഷ്യന് എന്തെന്നില്ലാത്തൊരു സന്തോഷം അനുഭവിക്കാൻ തുടങ്ങുകയാണ്. ഈ വിട്ടുകൊടുക്കലാണ് ജീവിത വിജയത്തിന് ആവശ്യം. മാതാവിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്നതാണ് ഈ വിട്ടുകൊടുക്കലാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിൽ നിറവേറട്ടെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റേതായിട്ട് ഒന്നും വേണ്ട, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എനിക്ക് ആവശ്യമില്ല, എൻ്റെ സ്വത്ത് എനിക്ക് വേണ്ട, എൻ്റെ കുടുംബം വേണ്ട, എല്ലാം നിനക്ക് വിട്ടുതരുന്നു, ഒന്നും ഞാൻ ബാക്കി വയ്ക്കുന്നില്ല എന്നുള്ള വിട്ടുകൊടുക്കലാണ്. ഈ വിട്ടുകൊടുക്കലിന് ഞാൻ നിങ്ങൾ തയ്യാറാകുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുക. അതിന് പലപ്പോഴും നമുക്ക് പ്രയാസമുണ്ടാകും, കാരണം എളുപ്പമല്ല വിട്ടുകൊടുക്കൽ. പക്ഷേ ഈ ജന്മദിനത്തിൽ നമ്മിൽ നിന്ന് നമ്മുടെ അമ്മയായ വിശുദ്ധ കന്യാമറിയവും പ്രതീക്ഷിക്കുന്നത് ഈ വിട്ടുകൊടുക്കൽ തന്നെയാണ്.
ആ വിട്ടുകൊടുക്കൽ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒന്നുകൂടി മാതാവിൻ്റെ ജന്മദിന ആശംസകൾ നേരുന്നു.